ഹായ് ഓൾ, അർച്ചനയാണ് ഫ്രം മയൂര. നമ്മുടെ ഓണം സെയിലിന്റെ പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ചെയിൻ വിത്ത് പെൻഡൻ സീരീസ് ആണ് നമ്മൾ ഇന്നത്തെ കളക്ഷനിൽ. ഓണം കളക്ഷൻസ് ആണ്. ഓണം കളക്ഷൻസ് എന്ന് പറയുമ്പോൾ ടിപ്പിക്കൽ ആയിട്ടുള്ള ഗോൾഡ് ഷെയ്ഡിലുള്ള കളക്ഷൻസ് മാത്രമല്ല, ചെട്ടിനാട് ഷെയ്ഡിലുള്ള കളക്ഷൻസ് ഉണ്ട്, ആന്റിക് ഷെയ്ഡിലുള്ള കളക്ഷൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ നോർമൽ ഗോൾഡ് ഷെയ്ഡിലുള്ള കളക്ഷൻസ് ഉണ്ട്, മാറ്റ് ഉണ്ട്, പിന്നെ ടിപ്പിക്കൽ നമ്മുടെ നാഗപടം പാലക്ക ലോക്കറ്റ് കളക്ഷൻസ് ഉണ്ട്. അങ്ങനത്തെ എല്ലാ കളക്ഷൻസും കൂടെ മിക്സ് ആയിട്ടുള്ള ലൈവ് സീരീസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. DS സീരീസ് ആണ് കേട്ടോ, DS സീരീസ്. അപ്പൊ എല്ലാവരും കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ ഗീവ് അവേ സെയിൽ, ഈ വർഷത്തെ ഓണം സെയിലിന്റെ ഓണം ഗീവ് അവേ സെയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസും കൂടെ ഞാൻ പറയാം. കുറച്ച് പേരും കൂടെ ഒന്ന് കയറിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ മീൻവൈൽ കാണുന്നവരൊന്ന് കയറി കമന്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ഒന്ന് കമന്റ് ചെയ്യുക, എനിക്ക് ഞാൻ ലൈവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പെട്ടെന്നൊന്ന് കയറണേ. സുജ ഹായ്. സരിത ഹായ്. പെട്ടെന്ന് ലൈവിലുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂ, നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹായ് അനുഷ, സുഖമാണ് അനുഷ. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് പേരുണ്ടെന്ന് കയറിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ. പിന്നെ അപ്പം ഞാൻ നമ്മുടെ ഗീവ് അവേ കോൺടെസ്റ്റിനെ പറ്റി ഒന്ന് പറയാം. ഓൾറെഡി ഇതിന്റെ ഈ ഒരു ലൈവിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഓൾറെഡി അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അമിത പ്രശോഭ് ഹായ്, നിധി ഹായ്, അഞ്ജു അനൂപ് ഹായ്, രാജി ശ്രീകാന്ത് ഹായ്. അപ്പോൾ ഞാൻ അതിന്റെ നമ്മുടെ ഗിവ് അവേ കോൺടെസ്റ്റിന്റെ കാര്യം ഞാൻ പറയാം. നിധി സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഗിവ് അവേ കോൺടെസ്റ്റിന്റെ റൂൾസ് ഞാനൊന്ന് പറയാം. വലിയ റൂൾസ് ഒന്നും ഇല്ല ഇപ്രാവശ്യം. നമ്മുടെ എല്ലാ ലൈവ്സും നമ്മുടെ എല്ലാ ലൈവ്സും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്നതിനെക്കാട്ടിലും ഉപരി ലൈക്ക് ചെയ്യുക. നമ്മുടെ പേജ് ലൈക്കും ഫോളോയും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഉറപ്പുവരുത്തുക. അതാണ് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഈ സ്ക്രോൾ ചെയ്യുമ്പോൾ ചിലപ്പം വീഡിയോസ് നിങ്ങൾ ചിലപ്പം മുന്നേ കണ്ടിട്ടുള്ള ഇതിൻ്റെ ആ ഒരു എൻ്റെ സജഷൻ വെച്ചിട്ട് ചിലപ്പോഴാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത വീഡിയോസ് ചിലപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ചിലപ്പം കയറി വരുന്നതേ ഉണ്ടായിരിക്കുള്ളൂ. നിങ്ങൾ ചിലപ്പം ലൈക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണമെന്നില്ല നമ്മുടെ പേജ്, ഓർ നിങ്ങൾ നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ട് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ലൈക്ക് ആൻഡ് ഫോളോ ഉറപ്പായിട്ടും നമ്മളുടെ പേജ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ലൈവ് വീഡിയോസ് ഷെയർ ചെയ്യുക. ഞാൻ ഈ പറയുന്നത് ഓരോ ലൈവ് വീഡിയോസിലും ആപ്ലിക്കബിൾ ആണ്. അതായത് ഇന്നത്തെ ലൈവ് വീഡിയോയുടെ പ്രൈസ് നാളെ പറയും, അങ്ങനെ ആയിരിക്കും. ഓക്കെ, അല്ലാണ്ട് 2-3 എണ്ണം ഒരുമിച്ച് അല്ലെ കുറെ എണ്ണം ഒരുമിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് എന്നുള്ളതല്ല. അതാണ് ഇപ്രാവശ്യത്തെ സ്പെഷ്യാലിറ്റി. കാരണം എല്ലാ പ്രാവശ്യത്തെയും നമ്മൾ പറയുന്നത് എല്ലാ ലൈവ്സിന്റെയും പരമാവധി ഷെയർ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ ലോട്ട് എടുത്തിട്ടുള്ള ഫസ്റ്റ് 1, 2, 3, 4 എന്നുള്ളതായിരിക്കും. പക്ഷെ അതല്ല, ഇപ്രാവശ്യം നമ്മൾ എപ്പോഴൊക്കെ ലൈവ് ചെയ്യുന്നോ അതിനൊക്കെ എല്ലാവർക്കും വിൻ ചെയ്യാനുള്ള ചാൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മളുടെ ഇന്നത്തെ ലൈവ്, ഇപ്പോഴത്തെ ലൈവ് നിങ്ങൾ കാണുന്നവർ ഇന്നത്തെ ലൈവ് നിങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് തിങ് ലൈക്ക് ആൻഡ് ഫോളോ ചെയ്യുക പേജ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, നമ്മുടെ ലൈവ് വീഡിയോ ഷെയർ ചെയ്യുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഈ കമന്റ്സിൽ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും 3 ഫ്രണ്ട്സിനെ മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, ഷെയറിൽ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് ആ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ 3 ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യുക. അത്രേ ഉള്ളൂ. കാരണം കമന്റിലല്ല, നിങ്ങൾ ആദ്യമേ ലൈക്ക് ആൻഡ് ഫോളോ ചെയ്യുക പേജ്. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ പേജ് നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുന്ന നിങ്ങളുടെ പോസ്റ്റ് തന്നെ നിങ്ങളുടെ 3 ഫ്രണ്ട്സിൽ നിങ്ങൾ ടാഗ് ചെയ്യുക അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുക. എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ നമ്മളുടെ ഇതേ ലൈവിന്റെ കമന്റ് സെക്ഷനിൽ തന്നെ പേസ്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങളൊരു 10-15 പേര് നിങ്ങൾ ഇങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 15 പേരിൽ നിന്നും ഒരു ലക്കി വിന്നറിനെ നമ്മൾ ചൂസ് ചെയ്യുന്നതായിരിക്കും. നാളെ നമ്മൾ അത് ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. ഇത്രേ ഉള്ളൂ. ബുഗാഡി സ്റ്റഡി ചെയ്തു, കുറച്ച് പെയിൻഫുൾ ആയിരുന്നു, കുഴപ്പമില്ല. ഇതാണ് ബുഗാഡി, കുഴപ്പമില്ല. ഈ ഒരു അതിന് കുറച്ചൊരു ഇതുണ്ട്, പക്ഷെ എന്നാലും വലിയ പ്രശ്നമില്ല.
ഓക്കെ, അപ്പം അതാണ് നമ്മളുടെ ഇത്. ഒന്നുകൂടെ ഞാൻ പറയാം, പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, അതാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, നിങ്ങൾ നമ്മുടെ പോസ്റ്റ് ഷെയർ ചെയ്യുക. പോസ്റ്റ് ഷെയർ ചെയ്യുമ്പോൾ ഷെയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ ഒരു 3 ഫ്രണ്ട്സിനെ നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ആദ്യമത്തെ കാര്യം, നിങ്ങളുടെ പേജ്, നമ്മുടെ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. പേജിൻ്റെ ഇവിടെ ലൈക്ക് ചെയ്യുക, ലൈക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ നിങ്ങളുടെ ലൈവ്, നമ്മുടെ ലൈവ് നിങ്ങളിതിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഷെയർ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ ഇങ്ങനത്തെ ഓപ്ഷൻ കാണിക്കും. ഓക്കെ, അപ്പോൾ അതെ ഇവിടെ ഈ സേ സംതിങ് എന്ന് പറയുന്നതിൻ്റെ അവിടെ നമ്മൾ ജസ്റ്റ് നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്യുക, ആരെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്യുക. നമ്മൾ പേര് ടൈപ്പ് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ അതിനകത്ത് കാണാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇത് ഇങ്ങനെ പേര് മെൻഷൻ ചെയ്യുക. 3 പേരെ മതി, നിങ്ങളുടെ ഏതെങ്കിലും 3 പേര് ആൾക്കാരെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തിട്ട് ഞാനിപ്പോൾ എൻ്റെ ചേച്ചിയെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഷെയർ നൗ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നിങ്ങൾ ലൈക്ക് ആൻഡ് ഫോളോ ചെയ്യുക. സെക്കൻഡ്, നിങ്ങൾ നമ്മളുടെ പേജ് ഷെയർ ചെയ്യുക. പേജ് അല്ല കേട്ടോ, നമ്മുടെ ഈ ലൈവ് വീഡിയോ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ ഏതെങ്കിലും 3 ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യുക. മെൻഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്തത് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടല്ലോ, ആ പ്രൊഫൈലിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആ പ്രൊഫൈലിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളുടെ ഈ ഒരു സെയിം ലൈവിന്റെ തന്നെ കമന്റ് സെക്ഷനിൽ പോയിട്ട് നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. നിങ്ങൾ വാട്സപ്പ് ചെയ്യണ്ട, നമുക്കതിന്റെ വാട്സപ്പ് ഒന്നും ചെയ്യണ്ട, കമന്റ്സിൽ കൂടെ തന്നെ നമുക്ക് നമ്മൾ ഡീറ്റെയിൽസ് എടുക്കുന്നതായിരിക്കും. ആ ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് നമ്മളുടെ ഈ കമന്റ് സെക്ഷനിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അത് പോസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ഡണ്ണെന്നോ അല്ലെങ്കിൽ ഷെയർഡെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് പോസ്റ്റ് ചെയ്യുക. ഒരു 10-15 പേര്, അത് എത്ര പേര് നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടോ നിങ്ങളുടെ ഇഷ്ടം. 10 പേരല്ല, 5 പേരെങ്കിൽ 5 പേര്, 10 പേരെങ്കിൽ 10 പേര്, അല്ല ഒരാളാണെങ്കിൽ ഒരാൾ, അയാളായിരിക്കും വിന്നർ. വിന്നർക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് നമ്മളുടെ മയൂരയുടെ തന്നെ 1 gram ഗോൾഡ് മൈക്രോ പ്ലേറ്റഡ് ക്വാളിറ്റി കളക്ഷനിൽ വരുന്ന ഒരു ലേയേർഡ് മാലയായിരിക്കും. ഇതാണ് ഗിഫ്റ്റ്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒരു ഇത് വെക്കാൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു മെത്തേഡിൽ എല്ലാവർക്കും പ്രൈസ് വിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അല്ലാണ്ട് ജസ്റ്റ് 10 പേർക്ക് അല്ലെങ്കിൽ ഒരു 3 പേർക്ക് മാത്രം മെയിൻ ഐറ്റംസ് എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നില്ല, എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മളുടെ 1 gram ഗോൾഡ് മൈക്രോ പ്ലേറ്റഡ് ക്വാളിറ്റി കളക്ഷൻസിൽ വരുന്ന വാറന്റി ഉള്ള ഒരു ലേയേർഡ് മാലയാണ്. 5 ലേയേർഡ് ആയിട്ടുള്ള ഒരു മാലയായിരിക്കും ഇന്നത്തെ ലൈവ് കോൺടെസ്റ്റ് എന്നുള്ള വിന്നർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ നമ്മളുടെ ഗിവ് അവേ കോൺടെസ്റ്റിന്റെ റൂൾസ്. ഞാൻ ഒന്നും കൂടെ കുറച്ച് കഴിഞ്ഞ് പറയാം. ഇപ്പൊ നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ സെറ്റ് DS01 ആണ്. എല്ലാം 1 gram ഗോൾഡ് മൈക്രോ പ്ലേറ്റഡ് ക്വാളിറ്റി കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. DS01 ആണ് ഫസ്റ്റ് സെറ്റ്. നാഗപടത്തിന്റെ റെഡ് നാഗപടം ലോക്കറ്റും റൗണ്ട് ലോക്കറ്റിന്റെ സെറ്റാണ്. DS01 990 റുപ്പീസ്. DS01 990 റുപ്പീസ് ആണ് കേട്ടോ. റൗണ്ട് നാഗപടത്തിന്റെ ലോക്കറ്റ് ഉള്ള ചെയിൻ ഉള്ള സെറ്റാണ് ഇത്. ചെയിൻ നിങ്ങൾക്ക് ഊരിയെടുക്കാം. ഈ ഒരു ചെയിനിൽ നിന്ന് ലോക്കറ്റ് ഊരിയെടുക്കാം. എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഗീത ഹരികുമാർ ഹായ്, ബിന്ദു ഗോപാൽ ഹായ്, അജിത കുമാരി ഹായ്, ശ്രീലത അനിൽ ഹായ്, കുമാരി ഹായ്. ഇതാണ് സെറ്റ്. ഓക്കെ, ചെയിൻ കണ്ടോ? ചെയിൻ നോർമൽ ചെയിൻ ആണ് കേട്ടോ. ലോക്കറ്റ് ഊരിയെടുക്കാവേ. DS01 990 റുപ്പീസ്. അടുത്തത് ഒരു മാറ്റ് ഫിനിഷിൽ വരുന്ന നല്ലൊരു ഓം താലി പോലത്തെ ഒരു ഡിസൈൻ ആണ്. ആലിലത്താലി വരുന്ന പോലത്തെ ഒരു ഡിസൈൻ ആണ്. DS02 ആണത്. 770 റുപ്പീസ് ഉള്ളി. 770 റുപ്പീസ് ഉള്ളി. ചെയിൻ്റെ ഫിനിഷും ഒരു താലിയുടെ ഡിസൈനും കൂടെ കണ്ടോ. നല്ല മാറ്റ് ഫിനിഷ് ആണ്, നല്ല ഭംഗിയുള്ള സെറ്റാണ്. DS02 ആണ്. 770. ശാലിനി രമേശൻ ഹായ്, ജന്നത്ത് ഹുസൈൻ ഹായ്. ഇപ്പൊ കാണുന്നവർ ഒന്ന് ഓർത്തോളുക, നമ്മുടെ ലൈവ് കോൺടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ നമ്മളുടെ ഈ ഒരു ഇത് ലൈക്ക് ചെയ്യുക. അതായത് നിങ്ങൾ നമ്മളുടെ ഈ ഒരു ലൈവ് നിങ്ങൾ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ പേജിൽ ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആരെയെങ്കിലും മെൻഷൻ ചെയ്യുക. 3 പേരെ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ ഷെയർ ചെയ്യുമ്പോൾ 3 പേരെ നിങ്ങളൊന്ന് ടാഗ് ചെയ്യുക, അല്ലെ മെൻഷൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്കിവിടെ പോസ്റ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. അതിൽ നിന്നും നമ്മളൊരു ലക്കി വിന്നറിനെ ചൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു അർച്ചന സുധീർ, താങ്ക് യു സോ മച്ച്. DS02 ആണ്. 770 റുപ്പീസ്, 770 രൂപ. 770 ഇത്. ഓക്കെ, അടുത്ത സെറ്റ് DS03 ആണ്. 990 റുപ്പീസ്. യമുന രവീന്ദ്രൻ ഹായ്. ഇത് നല്ല ഭംഗിയുള്ള ഗ്രീൻ കളർ നാഗപടത്തിന്റെ ഡിസൈനർ സെറ്റാണ് കേട്ടോ.
ശ്രീലക്ഷ്മി ബി ജി ഹായ്. യമുന രവീന്ദ്രൻ ഹായ്. ശ്രീലക്ഷ്മി ബി ജി ഹായ്. വേറെ ആരെങ്കിലും ഉണ്ടോ? വളകൾ കൊണ്ടുവരാം, ഉടനെ കൊണ്ടുവരാം ജന്നത്ത് ഹുസൈൻ. അപ്പൊ ഇത് DS03 ആണ്. 990 റുപ്പീസ് കേട്ടോ. 990 റുപ്പീസ് 990 റുപ്പീസ് കേട്ടോ. DS03 990. മുന്നത്തതുപോലെ തന്നെ നേരെ ഗ്രീൻ കളർ 990 റുപ്പീസ്. എല്ലാം 1 gram ഗോൾഡ് മൈക്രോ പ്രിന്റഡ് ക്വാളിറ്റി കളക്ഷൻസ് വിത്ത് 1 year വാറന്റി കാർഡ് പ്രൊവൈഡഡ്. ഓക്കെ, വാറന്റി കാർഡ് അല്ല, സോറി, വാറന്റി പ്രൊവൈഡഡ്. വാറന്റി കാർഡ് കൊടുക്കുന്നില്ല. കാർഡ് നമുക്ക് കാർഡായിട്ട് നമ്മൾ ആ പേപ്പർ യൂസേജിന്റെ നമ്മൾ പരമാവധി കുറയ്ക്കുന്നതാണ്. നമ്മുടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. അപ്പൊ DS03 ആണ് 990 റുപ്പീസ് 990 റുപ്പീസ്. അടുത്തത് DS04 ആണ് 570. ഇതൊരു ക്രോസ് ആണ്. DS04 ഷെയർ ചെയ്യണം. ഞാൻ എടുത്തു പറയുന്നു, ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്നവരിൽ നിന്നും ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ 3 ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യുക. എന്നിട്ട് ആ ഷെയർ ചെയ്തതിന്റെ പോസ്റ്റ് നിങ്ങളിവിടെ കമന്റ് ചെയ്യുക. നിങ്ങളായിരിക്കും ചിലപ്പോൾ ഇന്നത്തെ കോൺടെസ്റ്റിലെ വിന്നർ കേട്ടോ. നാളെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾക്ക് ഇവിടെ കമന്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക കേട്ടോ. കാരണം മാക്സിമം നിങ്ങൾ ആ ഷെയർ പരമാവധി നിങ്ങൾ എത്തിക്കുക. DS04 570 റുപ്പീസ് 570 നോർമൽ ക്രോസ് ആണ് കേട്ടോ. നോർമൽ ക്രോസ് DS04 570 റുപ്പീസ് 570. ചെയിൻ്റെ നല്ല ഭംഗിയുള്ള ചെയിനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റും ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ്, ടൈമാണ്. DS04 രാജലക്ഷ്മി സതീഷ് ഹായ്. DS04 570. അടുത്തത് DS05 ആണ്. നല്ല റൗണ്ട് പാലക്കയാണ്. ഗ്രീൻ കളറിലുള്ള റൗണ്ട് പാലക്കയാണ്. കയറുപിരി പോലത്തെ സെറ്റാണ്. കയറുപിരി പോലത്തെ ചെയിനാണ്. DS05 990 റുപ്പീസ് 990 റുപ്പീസ്. DS05 ഓണം സെയിലാണ്. എടുത്തു പറയുന്നു, ഓണം സെയിലാണ്. DS05 990 റുപ്പീസ്. DS05 അഞ്ചാമത്തെ കോഡാണ് 990. അടുത്തത് DS06 again 990 റുപ്പീസ്. ഇതും നമ്മളുടെ ഗ്രീൻ മാങ്ങ പാലക്കായുടെ റൗണ്ട് സെറ്റാണ്. DS06 990. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. ഇട്ട് കാണിച്ചാൽ നിങ്ങൾക്കിത് നിങ്ങൾ സാരിയിൽ എത്രത്തോളം നീളം കിട്ടുമെന്ന് അറിയണ്ടേ. ഇത്രയും ലെങ്ത് കിട്ടും. അപ്പോൾ ഒരു സെറ്റ് സാരിയുടെ ഒക്കെ കൂട്ടം നല്ല ഭംഗിയായിരിക്കും. ഷാരിക പിള്ളൈ ഹായ്. പുതിയതായിട്ട് നമ്മുടെ ലൈവ് കാണുന്നവർ ഇപ്പോൾ ഒന്ന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ലൈക്ക് ആൻഡ് ഷെയർ, ലൈക്ക് ആൻഡ് ഫോളോ അവർ പേജ്. നമ്മുടെ ഈ ലൈവ് സെയിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ 3 ഫ്രണ്ട്സിനെ, ഏതെങ്കിലും 3 ഫ്രണ്ട്സിനെ നിങ്ങൾ ഒന്ന് ടാഗ് ചെയ്യുക. ആ ടാഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഷെയർ ചെയ്തു എന്ന് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടെങ്കിലും ജസ്റ്റ് നമുക്കൊന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുക കേട്ടോ. നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്. DS06 ആണിത്. 990 റുപ്പീസ് 990 റുപ്പീസ് 990 DS06. അടുത്തത് DS07 ആണ്. അഗെയിൻ 990 റുപ്പീസ്. നല്ല ഭംഗിയുള്ള പർപ്പിൾ ഷെയ്ഡിലുള്ള നാഗപട. ശൈലജ ശങ്കർ ഹായ്. DS07 990. DS07 ആണിത് 990. നല്ല പർപ്പിളിഷ് ബ്ലൂ നാഗപട ആണ്. അതിന്റെ ചുറ്റും പിങ്ക് സ്റ്റോൺസ്, നല്ല ഭംഗിയുള്ള പിങ്ക് സ്റ്റോൺസ് ആണിത്. DS07 ആണ് 990. ഷൈനി സനൽ ഹായ്. സീന ജ്യോതിദാസ് ഇല്ല, നമ്മൾ 7ാമത്തെ സെറ്റ് ആയതേ ഉള്ളൂ സീന. DS07 990. അടുത്ത സെറ്റ് DS08 ആണ് 590 റുപ്പീസ്. ഇത് നമ്മുടെ വെണ്ണ കൃഷ്ണന്റെ ആണ്. നമ്മുടെ ഈ വെണ്ണ കട്ട് തിന്നുന്ന കൃഷ്ണന്റെ ഒരു ഇംപ്രിന്റ് ആണ്. ഇല്ല ഷൈനി സനൽ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, 8ാമത്തേതായതേ ഉള്ളൂ കേട്ടോ. DS08 590. ഇത് വെണ്ണ കട്ട് തിന്നുന്ന കണ്ണന്റെ ഇംപ്രിന്റ് ആണ് കേട്ടോ. DS05 ബ്ലാക്ക് ആണോ? അല്ലല്ല, ഞാനിപ്പോൾ ഒന്നും ബ്ലാക്ക് കാണിച്ചിട്ടില്ല. കാണിച്ചിരിക്കുന്നതെല്ലാം ഇതാണ്, ഗ്രീൻ ആണ്. ജന്നത്ത് ഹുസൈൻ എന്താണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അർച്ചന സുൽബത്ത് ഹസീന എന്ന് പറഞ്ഞു. ഇങ്ങനെയല്ല കേട്ടോ ചെയ്യേണ്ടത്. ഷെയർ ചെയ്യാം. നമ്മളുടെ ലൈവ് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഷെയർഡ് എന്നുള്ളതിന്റെ നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്യുക. അല്ലെ നമുക്ക് നിങ്ങളുടെ ആ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പ് ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്തു നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വന്ന് ഇങ്ങനെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ലല്ലോ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ കേട്ടോ. അപ്പൊ DS08 ആണിത് 590 റുപ്പീസ് 590. അടുത്തത് DS09 ആണ്. നല്ല ഗണപതിയുടെ പത്താക്ക് സെറ്റാണ്. കുറെ പേര് നമ്മളോട്
ഇപ്പൊ ഓണം സീസൺ തുടങ്ങിയത് കൊണ്ടായിരിക്കും പത്താക്ക് ലോക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ദേ ഇങ്ങനത്തെ പത്താക്ക് ലോക്കറ്റ്സ് നമുക്കുണ്ട്. ഷെയർ ചെയ്തു ജനസ് ഹുസൈൻ. ഓക്കെ, ഷെയർ ചെയ്തെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്കൊന്ന് വാട്സപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ ഇവിടെ തന്നെ പോസ്റ്റ് ചെയ്യൂ കേട്ടോ. ബ്ലാക്ക് അല്ല കേട്ടോ ശൈലജ. ഷൈജു ഫൈസൽ ഹായ്, താങ്ക് യു. DS09 1370 ആണ് ഇപ്പൊ കാണിച്ചത്. DS09 ഷെയർ ചെയ്യുന്നവര് ഒന്ന് നമുക്ക് വാട്സപ്പും കൂടെ ചെയ്യാൻ മറക്കരുതേ. ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടെ മെൻഷൻ ചെയ്യുക, നമ്മുടെ പേജ് ലൈക്ക് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. DS09 1370. LJ സീരീസ് പ്രോഡക്റ്റ് കിട്ടി, സൂപ്പർ ആയിട്ടുണ്ട്. വേറെ ഒരിടവും കാണാത്ത ഒരു സ്പെഷ്യാലിറ്റി നിങ്ങൾക്കുണ്ട്. ക്യാഷ് ഇല്ലാത്തവർ വാങ്ങണ്ട എന്നല്ലാതെ ക്യാഷ് ഉള്ളതുപോലെ അടച്ച് വാങ്ങാം എന്നതാണ്. കസ്റ്റമർ സർവീസ് ഒരു രക്ഷയുമില്ല കേട്ടോ. പൊളിയാണ്. ഐ എം വെരി ഹാപ്പി ടു ഹാവ് പർച്ചേസ് ദ പ്രോഡക്റ്റ് ഫ്രം യുവർ എസ്റ്റാബ്ലിഷ്മെന്റ്. താങ്ക് യു സോ മച്ച് അമ്പിളി, ഒത്തിരി സന്തോഷം. കസ്റ്റമർ സർവീസിന് അത്രയ്ക്ക് ഇതായിട്ട് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. സുനിമോൾ TR ഹായ്, സുധാർ ഹായ്, റീന തങ്കച്ചൻ ഹായ്. അതാ ഞാനതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരുമിച്ച് മേടിക്കാനായിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് നിങ്ങൾ പേ ചെയ്ത് ഐറ്റം ബ്ലോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുന്നതനുസരിച്ച് കുറേശ്ശെയായിട്ട് എമൗണ്ട് പേ ചെയ്ത് മേടിച്ചാൽ മതി. നമുക്ക് അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. അതായത് ഇൻസ്റ്റാൾമെന്റ് ബേസിസിലുള്ള പർച്ചേസ് നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾ ഫുൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്ക് ഐറ്റം കൊറിയർ അയക്കത്തുള്ളൂ, അതുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു ഇപ്പം 1370 രൂപയുടെ ഈ ഐറ്റമാണ്, നിങ്ങൾക്ക് ഇപ്പം 500 രൂപ തന്ന് നിങ്ങൾക്ക് ഇത് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ബാക്കി എമൗണ്ട് നിങ്ങൾ പേ ചെയ്തതിന് ശേഷം നമ്മൾ കൊറിയർ അയച്ചു തരും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻ എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. DS09 ആണ്. വേറൊരു കാര്യമുണ്ട്, പിന്നെ ക്യാൻസലേഷൻസ് ബാധകമല്ല എന്ന് മാത്രമല്ല, പിന്നീട് അതിന്റെ റീഫണ്ടും ഒന്നും ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ പലരോടും പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു സാധനം വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് കഷ്ടപ്പെട്ട ഒരാൾക്ക് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് കൺഫർമേഷനും കൂടെ ചോദിച്ചു കഴിഞ്ഞിട്ടായിരിക്കും നമ്മളത് ബ്ലോക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ നോ ഷോ, അതായത് കണ്ടിട്ടും റിപ്ലൈ അയക്കാതിരിക്കുക. പിന്നെ ചിലരുണ്ട് ഓൺലൈൻ കാണുന്നുണ്ട് പക്ഷെ നമ്മുടെ മെസ്സേജസ് വായിക്കില്ല, അതായത് ബ്ലൂ ടിക്ക് കാണില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളുടെ മെസ്സേജ് എടുത്ത് നോക്കാത്തതാണെന്ന്. നമ്മൾ അത്ര പൊട്ടന്മാരല്ലല്ലോ. അപ്പം നമ്മളുടെ മെസ്സേജ് എടുത്ത് നോക്കാത്തതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ കലാപരിപാടികൾ ദയവ് ചെയ്ത് നമ്മുടെ ഇടയ്ക്ക് ചെയ്യരുത്. കാരണം നല്ലപോലെ എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുന്നതും ഈ ഒരു കസ്റ്റമർ സർവീസ് എന്നും പറഞ്ഞിരിക്കുന്നതും നമ്മൾ ഇത്രയും ഓർഡർ ട്രാക്കിങ്ങും ഒക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വെറുതെ ഒരു ടൈം പാസ് ആണ്, അല്ലെ കുട്ടിക്കളിയാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഈ ഓർഡർ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ദയവ് ചെയ്ത് സമയം കളയരുത്, ഞങ്ങളുടെ സമയം കളയരുത്. നിങ്ങൾക്ക് സമയം ഉണ്ടായിരിക്കും. ഞാൻ ഈ ഉദ്ദേശിക്കുന്ന ചില പേർക്ക് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനത്തെ ഇത് ചെയ്യരുത്. അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ പറയുക, വേണ്ട എന്ന് പറയുക, അല്ലെ ബുക്ക് ചെയ്യാൻ വരരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഫോൺ നമ്പർ കറക്റ്റായിട്ട് പറയുക. അവസാനത്തെ നമ്പർ തെറ്റിപ്പോയി, അവസാനത്തെ 2 നമ്പർ അങ്ങനെയല്ല, ഇടയ്ക്ക് വേറൊരു നമ്പറും കൂടെ എക്സ്ട്രാ ആഡ് ആയി പോയി എന്നൊന്നും നിങ്ങൾ നമ്മുടെ അടുക്ക കൊറിയർ കിട്ടാതിരിക്കുമ്പോഴത്തേക്കും പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ പ്രൈമറി നമ്പറായിട്ട് കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ കോൺടാക്ട് നമ്പർ. കാരണം നമ്മൾ കൊറിയർ അയക്കുമ്പോൾ നമ്മളത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളെ സിസ്റ്റം വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത്. അപ്പോൾ OTP ഡെലിവറി കിട്ടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ കൊറിയർ സർവീസുകാർ നിങ്ങൾക്ക് അത് ഡെലിവർ ചെയ്യത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ സൈഡിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ അടുക്ക നമ്പർ തെറ്റിപ്പോയി ഒന്ന് മാറ്റി കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം അത് പിന്നെയും റിട്ടേൺ ആയി നമ്മുടെ അടുക്ക് എത്തി പിന്നെ ഒന്നും കൂടെ റീസെൻഡിങ്ങിന് നമുക്ക് പിന്നെയും ചാർജസ് ആപ്ലിക്കബിൾ ആയിരിക്കും. അങ്ങനെ പല പ്രോസസ്സ് കഴിഞ്ഞിട്ടേ പിന്നെ നമുക്ക് റീസെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ കറക്റ്റ് നമ്പർ ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് നിങ്ങളുടെ എല്ലാ പേയ്മെന്റ് ലോക്കറ്റ് വ്യക്തമായി കാണിക്കാം. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാലയുടെ ലോക്കറ്റ് ഭാഗം ഇരുട്ടു ആണ് കാണുന്നത്. ഓക്കെ, അതെ, ഞാനത് അങ്ങോട്ട് നീക്കി വെച്ചിരുന്ന അതാ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ കറക്റ്റായിട്ട് അത് നമ്പർ തെറ്റാതെ സഹായിച്ചു തരണം കേട്ടോ. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പിന്നെ റീസെൻഡിങ്ങിന് ചാർജസ് ആപ്ലിക്കബിൾ ആവും. DS09 1370 ഗണപതിയുടെ പത്താക്ക് ലോക്കറ്റ് ആണ്, കയറുപിരി ആണ് കേട്ടോ, ചെയിൻ കയറുപിരി. DS09. അടുത്തത് DS10 ആണ്. എഗെയിൻ ഇതൊരു ലക്ഷ്മി ദേവിയുടെ ലോക്കറ്റാണ്. ലോക്കറ്റാണിത്. DS10 ആണ്. സെയിം റേറ്റ് DS10 1370. ലക്ഷ്മി ദേവി ഇരിക്കുന്ന താമരയുടെ മുകളിൽ ഇരിക്കുന്ന ലക്ഷ്മി ദേവി പത്മാസനസ്ഥിത. DS10 1370.
DS10 ആണ് 1370. എല്ലാം 1 gram ഗോൾഡ് മൈക്രോ പ്ലേറ്റഡ് ക്വാളിറ്റി കളക്ഷൻസ് ആണ് വിത്ത് 1 year വാറന്റി പ്രൊവൈഡഡ്. ഫ്രീ ഷിപ്പിംഗ് ആണ് വിത്തിൻ ഇന്ത്യ എങ്ങോട്ടാണെങ്കിലും. അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നോ എക്സ്ട്രാ ചാർജസ്. ഓക്കെ, DS10 ആണ് 1370. എല്ലാവരും നമ്മുടെ പേജ് ലൈക്ക് ആൻഡ് ഫോളോ ചെയ്യുക. കോൺടെസ്റ്റ് നമുക്ക് റൺ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ലൈവ് കോൺടെസ്റ്റിന്റെ വിന്നറിനെ നമ്മൾ നാളെ ചൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. നമുക്കിത് നാളെ നമുക്കൊരു കട്ട് ഓഫ് ടൈം പറയണ്ടേ? ഷെയർ ചെയ്യേണ്ടത് ഒന്നുകൂടി പറയാം, ഒന്നുകൂടെ പറയാം. കട്ട് ഓഫ് ടൈം എപ്പോൾ വരെ വേണം, എപ്പോൾ വരെ ഷെയർ ചെയ്യാം? നമ്മൾ നാളെ ഇത് അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ, നാളെ അല്ലേ അനൗൺസ് ചെയ്യുന്നത്? അപ്പോൾ എപ്പോൾ വരെ ഷെയർ ചെയ്യാം? 24 hours, അതായത് നാളെ വൈകുന്നേരം 4 മണി വരെ. അത് പറയാം. 4 മണിയെന്ന് ഞാൻ പറയുന്നുള്ളൂ. നാളെ വൈകുന്നേരം 4 മണി വരെ നിങ്ങൾക്ക് ഇത് ഷെയറിംഗ് പോസിബിൾ ആയിരിക്കും. ഒന്നും കൂടെ ഞാൻ അത് പറയാം. അതായത് നമ്മുടെ പേജ് ലൈക്ക് ആൻഡ് ഫോളോ ചെയ്യുക, ഫസ്റ്റത്തെ. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ഈ ലൈവ് നിങ്ങൾ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ 3 ഫ്രണ്ട്സിനെ അതിനകത്ത് ടാഗ് ചെയ്യുക. അല്ലെങ്കിൽ അവരുടെ പേര് മേളിൽ അവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യുമ്പോൾ, ടൈപ്പ് ചെയ്യുമ്പോൾ അവരെ നിങ്ങൾക്ക് ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അങ്ങനെ ടാഗ് ചെയ്ത് കഴിഞ്ഞിട്ട് അതേ സ്ക്രീൻഷോട്ട്, അതായത് നിങ്ങളുടെ പേജിൽ നിങ്ങളത് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്നെങ്കിൽ ഇവിടെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു 10-15 പേരെ നമ്മൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒരു ലക്കി വിന്നറിനെ നമ്മൾ ചൂസ് ചെയ്യുന്ന ആരാണ് വിന്നർ എന്നുള്ളത് നമ്മൾ നാളെ അനൗൺസ് ചെയ്യും. നമ്മൾ കൊറിയർ അയക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. വേറൊരു കാര്യം, എബ്രോഡിലുള്ള ആൾക്കാരാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നതെങ്കിൽ അവരുടെ ലോക്കൽ അഡ്രസ്സിലേക്കായിരിക്കും നമ്മൾ കൊറിയർ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അതൊരു എടുത്ത് ഞാൻ പറയുകയാണ്. അല്ലാണ്ട് നമുക്ക് പ്രൈസ് ഐറ്റം ആയത് കാരണം നമുക്കത് പുറത്തേക്ക് അയക്കുന്നത് നമുക്ക് പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ ഇത് DS11 ആണ് 1370. നോക്കിക്കേ, ഇത് ഇരിക്കുന്ന ദേവി തന്നെ, പക്ഷെ കുറച്ചും കൂടെ വലിയ പതക്കം ലോക്കറ്റ് ആണ്. ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ ചെറുതാണ്. കണ്ടോ, ഇത്രയും സൈസ് അല്ല, ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ വലുതാണ്. DS11 ആണ് 1370. ഇതൊക്കെ ഊരി എടുക്കാൻ പറ്റുന്ന ലോക്കറ്റ് ആണ് കേട്ടോ. ചെയിനിന്ന് പെൻഡന്റ് ഊരി എടുക്കാം. 1370 DS11. അപ്പൊ ഞാനിപ്പോ കാണിച്ച DS0, 9, 10, 11 എല്ലാത്തിന്റെയും റേറ്റ് സെയിം ആണ് കേട്ടോ, 1370. അടുത്തത് DS12 ആണ്. ഇതൊരു ചെട്ടനാട് പെൻഡന്റ് സെറ്റ് ആണ്. എഗെയിൻ ദേവിയുടെ സെറ്റ് ആണ്, പക്ഷെ അപ്പുറത്തും ഇപ്പുറത്തും ബീഡ്സ് വരുന്ന സെറ്റ് ആണ്. 990 റുപ്പീസ്. ഇത് ചെട്ടനാട് പെൻഡന്റ് സെറ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്ന എഗെയിൻ 1 gram ഗോൾഡ് മൈക്രോ പ്ലേറ്റഡ് ക്വാളിറ്റി കളക്ഷനിലുള്ള സെറ്റ് ആണ്. 990 റുപ്പീസ്. നോക്കിക്കേ, 990. സ്റ്റഡ് മാത്രമായിട്ട് ഉടനെ കൊണ്ടുവരുന്നതായിരിക്കും. കേരള സ്റ്റഡ്സ് നമ്മൾ ഓൾറെഡി ഡെയിലി വെയർ സ്റ്റഡ്സിന്റെ ഒരു സീരീസ് നമ്മൾ ചെയ്തു. അതുപോലത്തെ തന്നെ സിമിലർ ആയിട്ടുള്ളത് നമ്മൾ ഉടനെ കൊണ്ടുവരുന്നതായിരിക്കും. ഓണം സെയിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഇനി 1 by 1 ആയിട്ട് പുതിയ കളക്ഷൻസ്, പ്രീമിയം ക്വാളിറ്റി കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, DS12 ആണ് 990. ആരും കമന്റ് ചെയ്യുന്നില്ലേ? കമന്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് മെസ്സേജ് ആയിട്ടും ഒക്കെ വരുന്നുണ്ട്. കമന്റ് ചെയ്യുക കേട്ടോ എല്ലാവരും. ഷൈനി ആദ്യമേ കമന്റ് ചെയ്യൂ. എനിക്കൊന്നും കിട്ടാത്തതാണ്. അതെന്താ കിട്ടാത്തേ? എനിക്ക് മനസ്സിലായില്ല. അതെന്താ കിട്ടാത്തേ? ഷൈനി കമന്റ് ചെയ്തോളൂ. DS12 990. ചിലപ്പോൾ വേറൊരു കാര്യമുണ്ട്, പിക്ചർ കമന്റ് ചിലപ്പോൾ നമുക്ക് ലൈവിൽ കാണാൻ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ പ്രശ്നമുണ്ട്. DS12 990. സ്റ്റിക്കേഴ്സ് ഒക്കെ ചിലപ്പോൾ കാണും, പിക്ചർ കമന്റ് ലൈവ് ചിലപ്പോൾ കാണണമെന്നില്ല. അർച്ചന, ബാങ്കിൾ കൊണ്ടുവരാം. ബാങ്കിളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കേരള ട്രഡീഷണൽ ബാങ്കിൾസ്, സിമ്പിൾ ബാങ്കിൾസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. DS12 990. ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കമന്റ് മെൻഷൻ ചെയ്യുക, ഇവിടെ മെസ്സേജ് ചെയ്യുക കേട്ടോ, ഇവിടെ പോസ്റ്റ് ചെയ്യുക. ഫ്രണ്ട്സ് ഓർ ഫാമിലി ആർക്ക് വേണേലും കേട്ടോ. നിങ്ങൾ എന്നിട്ട് ഇവിടെ അത് പോസ്റ്റ് ചെയ്യുക. DS12 990. നല്ല ചെട്ടനാട് സെറ്റിലുള്ള ദേവി. DS12. ഇങ്ങനെ ഈ ഒരു സാധനത്തിന് പറയുന്ന പേര് പ്രഭാവലി നാട്ടോ. എനിക്കിത് കഴിഞ്ഞിടയ്ക്ക് ഞാൻ അറിഞ്ഞത്. ഇങ്ങനെ ഒരു ഈ പൂജാമുറിക്കകത്ത് ഇരിക്കുന്നത് പോലത്തെ അതിന്റെ പേര് പ്രഭാവലി. DS12 990. അടുത്തത് DS14 ആണ് 1970. നമ്മളുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള പതാക്ക് സെറ്റാണ് ഇത്. ലോഞ്ച് ചെയ്ത 1 of a kind ഫസ്റ്റ് ഫ്യൂ ഡിസൈനേഴ്സ്, അതായത് 2 സെറ്റ് ജുവല്ലറി, ഓൺലൈൻ ജുവല്ലറി സെറ്റ്സ് ഒക്കെ ഉള്ളു ഇത് ഇറക്കിയിട്ടുള്ളൂ. അതിനകത്ത് നമ്മൾ അന്നും ഇന്നും നമ്മൾ തന്നെ അത് കൊണ്ടുവരുന്നുണ്ട്. ഇത് ലോഞ്ച് ചെയ്തത് നമ്മളാണ്, മയൂരിയാണ്. DS14 ആണ് 1970. നല്ല വലിയ പത്താക്ക് സെറ്റ് 1970 റുപ്പീസ് ഉള്ളി. DS14.
കണ്ടോ DS40 നല്ല വലിയ സെറ്റാണ്, നല്ല ഭംഗിയുള്ള ഒരു പെൻഡൻ സെറ്റാണ്. നിങ്ങൾ ഇതുപോലത്തെ ഒരെണ്ണം നല്ല മുണ്ടുനേരിയതിൻ്റെ ഒക്കെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെറ്റ് മുണ്ടിൻ്റെ ഒക്കെ കൂട്ടത്തിൽ, നല്ല വീതി കസവുകളുള്ള സാരിയുടെ കൂട്ടത്തിലൊക്കെ ഇതുപോലത്തെ ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിനകത്തുള്ളത് നിൽക്കുന്ന ലക്ഷ്മി ദേവിയാണ് കേട്ടോ, താമരയിൽ നിൽക്കുന്ന ലക്ഷ്മി ദേവിയാണ് ഇത്. DS14 ആണ്, 14 കോഡ്. 1970, 1970, 1970 DS14. അടുത്തത് DS15 ആണ്, അതിനും സെയിം റേറ്റ് ആണ്, പക്ഷെ ഇതിനകത്ത് ഇരിക്കുന്ന ലക്ഷ്മി ദേവിയാണ് കേട്ടോ. DS15 ഷെയർ ചെയ്യാൻ ആരും മറക്കരുത്. പറ്റിയ ലോക്കറ്റുള്ള മാലയുണ്ട്. റീന തങ്കച്ചൻ, ഇപ്പൊ ഇതിനകത്ത് ഇങ്ങനത്തെ ദേവി സെറ്റുകൾ മാത്രമേ ഉള്ളൂ, നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ പെൻഡന്റ് ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പോ പാലക്കായും മാങ്ങായും ഒക്കെ കാണിച്ചല്ലോ, അങ്ങനത്തെ ഇനിയും വരുന്നുണ്ട്. പിന്നെ ഒരു ക്രോസിന്റെ ഞാൻ കാണിച്ചിരുന്നു, പാലക്കായും മാങ്ങായും ഒക്കെ ഞങ്ങൾ ഓൾറെഡി ആദ്യമേ കാണിച്ചു, ഇനിയും വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇത് പാർട്ട് 1 ആണ്, പാർട്ട് 2 ഉണ്ടാവും, പക്ഷെ അത് ഉടനെ തന്നെ കാണില്ല, ഉണ്ടാവും. ഓക്കെ, DS15 1970. ഓക്കെ, ഇരിക്കുന്ന ദേവി 1970, നല്ല ഭംഗിയുള്ള സെറ്റ്. അടുത്തത് ഒരു നമ്മുടെ ആന്റിക് ഷെയ്ഡിൽ വരുന്നതാണ്. ചെട്ടിനാടിന്റെ ഓൾറെഡി കാണിച്ചു, ഇത് ആന്റിക് ഷെയ്ഡിൽ വരുന്ന സെറ്റാണ്. ഇത് ഗണപതിയാണ്. DS16 ആണ്, 16 കോഡ്. 1470 rupees. $1470 ആണ്. 1470, 1470 രൂപ. $1470. സ്റ്റോൺ വന്നിട്ടുള്ള ഗണപതിയാണ് കേട്ടോ, നല്ല കെമ്പു സെറ്റഡ് സ്റ്റോൺസ് ആണ്. DS16, 16ാമത്തെ കോഡാണ്. 1470. ഇതേ നോക്കിക്കേ, ഇങ്ങനെയാണ് പെൻഡന്റ്. അഞ്ജലി അഭിലാഷ്, ഹായ്. DS16 1470, 1470. DS16 1470, 1470 രൂപ. DS16 ആണ് കേട്ടോ, അത് കൊള്ളാം. താങ്ക് യു. ഷെയർ ചെയ്യണേ, എല്ലാവരും ഷെയർ ചെയ്യൂ പ്ലീസ്. ഷെയർ ചെയ്യുക, ഷെയർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമ്മളുടെ പേജ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയോ ഫാമിലിയുടെയോ പേരും കൂടെ നിങ്ങൾ ടാഗ് ചെയ്യുക. എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കമന്റ് ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് നിങ്ങൾക്ക് നേരെ ഫോട്ടോ കമന്റ് ആയിട്ട് ചെയ്യുക. അത് ആർക്കെങ്കിലും അറിയാൻ മേലായിരിക്കും ഉണ്ടോ എങ്ങനെയാണ് ഫോട്ടോ കമന്റ് ചെയ്യാന്നുള്ളത്? ഓ, അത് പറ്റില്ലല്ലേ, ഫോട്ടോ കമന്റിങ് പറ്റില്ല. വാട്സപ്പ് ചെയ്താൽ മതി. പറ്റൂലോ? ഇല്ല, പറ്റില്ല. ഓക്കെ, അപ്പോൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പ് ചെയ്താൽ മതി. സോറി ഫോർ ദ കൺഫ്യൂഷൻ. വാട്സപ്പ് ചെയ്താൽ മതി. DS17 1490. നോക്കിക്കേ, നല്ല കുട്ടി ദേവി ലക്ഷ്മി ദേവി നടുക്കിരിക്കുന്നു, ഇപ്പുറത്ത് രണ്ടും ഗണപതി. DS17 ആണ്. 1490. ഈ സീരീസിൽ ഇനി വരുന്ന ഇനി 4 എണ്ണം കൂടെ ഉണ്ട്. ഇപ്പൊ ഓൾറെഡി ഒരെണ്ണം കാണിച്ചത് രണ്ടാമത്തെയാണ്, ഇനി 2 എണ്ണം കൂടെ ഉണ്ട്. അതിനെല്ലാം 1490 rupees ആണ് കേട്ടോ. DS17 1490 വിത്ത് സ്റ്റഡ്. DS17 17 ആണ് കേട്ടോ കോഡ്. അടുത്തത് DS18 ആണ്. ഇത് ഹനുമാൻ സ്വാമിയാണ്, ഹനുമാൻ സ്വാമിയുടെ സെറ്റാണ്. DS18 ആണ്. 1490 അഗെയിൻ. നല്ല വെറൈറ്റി സെറ്റാണ് കേട്ടോ ഇത്. DS18 1490. DS18 18 ഇതിന്റെ കോഡ്. 1490, 1490. DS18 18, 1490. അടുത്തത് DS19 ആണ്. അഗെയിൻ 1490. ഇത് നമ്മളുടെ ദേവിയുടെ സെറ്റ് തന്നെയാണ്. അതെ, ഇങ്ങനത്തെ ഒരു ദേവിയുടെ സെറ്റ്. രമ്യ ബിനു, ഹായ്. DS19 1490. ഷെയർ ചെയ്യൂ. ഷെയർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ ഫാമിലിയെ നിങ്ങൾ മെൻഷൻ ഓർ കമന്റ് ചെയ്യുക. എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സാപ്പ് ചെയ്യുക. ഇന്നത്തെ ലക്കി വിന്നറിനെ നമ്മൾ നാളെ ചൂസ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ലൈവ്സിലും നമുക്കൊരു ലക്കി വിന്നർ ഉണ്ടാവും.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ ആളിനെ നമ്മൾ നാളെ കമൻറ്റ് അറിയിക്കും. നാളത്തെ ആളിനെ നമ്മൾ അടുത്ത ലൈവിൽ നമ്മൾ അറിയിക്കും. അങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പം പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക. ഷെയർ മാത്രം ചെയ്താൽ പോരാ, പേജ് ലൈക്ക് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യിപ്പിക്കുക, ഷെയർ ചെയ്യിപ്പിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്കും ഓപ്ഷൻസ് ഉണ്ട്. DS 19,490. ഓക്കെ, അടുത്തത് DS20 ആണ്. എഗെയിൻ ചെട്ടനാട് സെറ്റിലെ നല്ല ഭംഗിയുള്ള മയൂരലക്ഷ്മി സെറ്റാണ്. DS20 1,770 rupees. 1 gram ഗോൾഡ് മൈക്രോ പ്ലേറ്റഡ് ക്വാളിറ്റി ഫിനിഷിലുള്ള സെറ്റാണ്. പക്ഷേ ഇൻ ആന്റിക് ഷെയ്ഡ്, നല്ല ഭംഗിയുള്ള റിയൽ ഗോൾഡ് റിപ്ലിക്ക അതുപോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. DS20 ആണ്. 20ാമത്തെ കോഡാണ്. 1,770, 1,770 രൂപ. DS20 1,770. അടുത്തത് DS21 ആണ്. എഗെയിൻ 1,770. DS21 1,770. ഇത് ശ്രീരാമ ഭഗവാനാണ്, ശ്രീരാമദേവനാണ് നിൽക്കുന്നത്. വെറൈറ്റി ആണ്, റെയർ ആണ്. ശ്രീരാമദേവൻ ലോക്കറ്റ് വരുന്നത് റെയർ ആണ്. 1,770 DS21. 21ാമത്തെ കോഡാണ്. 1,770. ഷെയർ ചെയ്യുക കേട്ടോ, ഷെയർ ചെയ്യുക. 1,770. ഇപ്പോൾ നിങ്ങൾക്ക് മന്ത് എൻഡ് ആണ്, അല്ലെ മന്ത് എൻഡ് ആവുകയാണ്, അത് കാരണം മേടിക്കാനുള്ള എമൗണ്ട് ഇപ്പോഴില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് തന്നെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യുക. ഓർഡർ കൺഫേംഡ് ആണെങ്കിൽ മാത്രം. ഓക്കെ, കുറച്ച് എമൗണ്ട് തന്നെ ബ്ലോക്ക് ചെയ്യുക. ബാക്കി എമൗണ്ട് നിങ്ങൾക്ക് സാലറി കിട്ടിക്കഴിഞ്ഞിട്ട് പേയ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ ഓപ്ഷനും ഉണ്ട് കേട്ടോ നമുക്ക്. DS21 1,770. പക്ഷെ പേയ്മെന്റ് കിട്ടിക്കുക, അതിന് മുഴുവനും പേയ്മെന്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ കൊറിയർ അയക്കത്തുള്ളൂ. അത് നിങ്ങളൊന്ന് നോക്കിക്കോളുക. അടുത്തത് DS22 ആണ്. 1,770 എഗെയിൻ. ഇത് നമ്മളുടെ ഓടക്കുഴൽ കൃഷ്ണനാണ്. DS22 നോക്കിക്കേ, നല്ല ഭംഗിയുള്ള കൃഷ്ണൻ അകത്തോട്ട് കീറിയിരിക്കുന്നത് പോലത്തതാണ്. എന്നിട്ട് ചുറ്റും പിങ്ക് സ്റ്റോൺ, താഴെ നമ്മുടെ ബ്ലാക്ക് ക്രിസ്റ്റൽ സ്റ്റോൺസിന്റെ ഗുങ്കുരു ഇട്ടിരിക്കുന്നു. ആ ഒരു ഗോപി തിലകത്തിന്റെ ചുറ്റും മാങ്ങയുടെ ഡിസൈനാണ്, പേസ്ലി ഡിസൈനാണ്. നല്ല ഭംഗിയുള്ള സെറ്റാണ്. സിഗ്നേച്ചർ സെറ്റ്സ് ആണ് ഇതൊക്കെ കേട്ടോ. DS22 ആണ്. 1,770 rupees, 1,770 രൂപ. 1,770 rupees DS22. 22ാമത്തെ കോഡ്. അടുത്തത് DS24 ആണ്. എഗെയിൻ 1,770 rupees. ഗണപതിയുടെ ആന്റിക് ഡിസൈൻ. DS24 1,770. ഗണപതിയുടെ സെറ്റ്. ഓക്കെ, DS24 ആണ്. 1,770, 1,770. DS24 24 ആണ് കേട്ടോ. 24 ആണ്. 1,770. അടുത്തത് DS25 ആണ്. സിമ്പിൾ ആയിട്ടുള്ള സെറ്റുകളാണ്. പാലക്കാട് റൗണ്ട് പാലക്കാട് സെറ്റാണ്. പിള്ളേർക്കൊക്കെ പറ്റിയ സെറ്റാണ്. ഗ്രീൻ കളറിൽ വരുന്ന റൗണ്ട് പാലക്ക സെറ്റ് 890 rupees. DS25. ഈ ലൈവിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ. അല്ല ഷൈനി, ഇനി മുതലുള്ള എല്ലാ ലൈവും നമുക്കിത് അതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ ഓണം ഗിവ് അവേ സെയിലാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ നമ്മളുടെ എല്ലാ ലൈവിൽ നിന്നും, അതായത് ഓണത്തിന്റെ ഭാഗമായിട്ടുള്ള ലൈവിൽ നിന്നുള്ള പരമാവധി ഷെയറിൽ നിന്നുള്ള ആൾക്കാരെ ആയിരിക്കും നമ്മൾ എല്ലാ ലൈവ്സും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിനകത്തുനിന്ന് മാക്സിമം ഷെയർ ചെയ്ത ആൾക്കാരെ നമ്മൾ ചൂസ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പർച്ചേസിൻ്റെ ഇതും ഉണ്ടായിരുന്നു. അതായത് 2,500 രൂപ അല്ല 2,999 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇതിനകത്ത് ഭാഗമാകും എന്നുള്ളതായിരുന്നു നമ്മുടെ കഴിഞ്ഞ വർഷത്തെ. എന്നിട്ട് അതിനകത്തു നിന്നുള്ള ആൾക്കാരെ നമ്മൾ ചൂസ് ചെയ്ത് 10 വിന്നേഴ്സിനുള്ള ഗിഫ്റ്റ് കൊടുക്കുമായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ എല്ലാ ലൈവ്സിലും നമ്മൾ ഗിഫ്റ്റ്സ് കൊടുക്കുവാണ്. അതായത് എല്ലാ ലൈവും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഫ്രണ്ട്സിനെയും കൂടെ മെൻഷൻ ചെയ്യുക. ആ ഡീറ്റെയിൽസ് നമുക്ക് വാട്സാപ്പ് ചെയ്യുക. അതിനകത്തു നിന്നുള്ള ആൾക്കാരെ നമ്മൾ ചൂസ് ചെയ്തിട്ട് നാളെ തന്നെ ദ വെരി നെക്സ്റ്റ് ലൈവിൽ നമ്മൾ ആളിനെ നമ്മൾ സെലക്ട് ചെയ്യും. Bindu VK, thank you so much. Hope you have shared the details, like the shared details to our WhatsApp number. Okay, അപ്പോൾ DS25 ആണിത്. 890 rupees. നല്ല ഭംഗിയുള്ള കുട്ടി റൗണ്ട് പാലക്കയുടെ സെറ്റാണ് കേട്ടോ. അടുത്തത് അതിന്റെ തന്നെ കളർ വെറൈറ്റീസ് ആണ്. DS26 ആണ്. 890 rupees. അഗെയിൻ നല്ല ഗ്രീൻ റെഡ് സ്റ്റോൺ. DS26 26 ആണ്. 890 rupees. 890. DS26. ഇതൊക്കെ പിള്ളേർക്ക് പറ്റിയ സെറ്റാണ്. നിങ്ങൾ കുട്ടികൾക്കൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഓണത്തിന്റെ എന്തെങ്കിലും പട്ടുപാവാട അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. നല്ല റെഡിഷ്, നല്ല പർപ്പിളിഷ് ബ്ലൂ,
ഷാരു ശിവരാജൻ, താങ്ക് യു. ഷാരു, മേക്ക് യൂസ് ഓഫ് ദി ഓപ്പർച്യൂണിറ്റി. എപ്പോഴും ഷെയർ ചെയ്യുന്ന ആളാണ്, അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ മെൻഷൻ ചെയ്യാൻ, ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് മെൻഷൻ ചെയ്തോ. 3 പേരെ കൂടെ എപ്പോഴും ഷെയർ ചെയ്യുന്ന ആളാണ്, അപ്പോൾ ഇപ്രാവശ്യം ഷെയർ ചെയ്യുമ്പോൾ ഇതും കൂടെ ഒന്ന് ചെയ്തോളൂ. ഷാരു നമ്മുടെ ഫ്രണ്ട്സിനെ കൂടെ, ഷാരുവിൻ്റെ ഏതെങ്കിലും 3 ഫ്രണ്ട്സിനെയും കൂടെ അതിനകത്ത് മെൻഷൻ ചെയ്യുക. എന്നിട്ട് ആ ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് വാട്സപ്പ് ചെയ്തേക്കും. എനി കോണ്ടാക്ട് കേട്ടോ. കാരണം നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഉള്ളൂ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ ഫാമിലി ആയിരിക്കൂല എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ളവർ. അതായത് ഏതെങ്കിലും 3 പേര് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്താൽ മതി. പെണ്ണുങ്ങളാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും, അവർക്കത് ഗുണകരമാണ്. എനിവേ ആരെയാണെങ്കിലും കുഴപ്പമില്ല. ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്കൊന്ന് വാട്സാപ്പ് ചെയ്യാം. അത് നിങ്ങൾ ഷെയർ ചെയ്തെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. DS27 890 ആണ് കേട്ടോ ഇത്. അടുത്തത് DS28 ആണ്. പാലക്കയുടെ ലോക്കറ്റ്. നമ്മുടെ എപ്പോഴത്തെയും നോർമൽ ആയിട്ടുള്ള, എപ്പോഴും എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ടൈപ്പിലുള്ള പാലക്ക ലോക്കറ്റാണ്. 690 റുപ്പീസ് ഉള്ളി. 690, 690. 690. ഇത് ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ബീഡ്സ് വരുന്ന ടൈപ്പ്. DS28 ആണ്. 28 ആണ്. ഇതൊക്കെ ഞാനിപ്പോൾ ഓർക്കുക. നമ്മൾ 14 വർഷമായി ഇപ്പം മയൂര തുടങ്ങിയിട്ട്. 14 അല്ല 13 വർഷമായി. അപ്പോൾ മയൂര തുടങ്ങിയ സമയത്ത് ഇങ്ങനത്തെ മാലകളൊക്കെ ഞാൻ കൈകൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതായത് ലോക്കറ്റ് നമ്മൾ പണിയിപ്പിച്ചിട്ട് ഈ ബീഡ്സും ഇതുപോലത്തെ ബീഡ്സും നമ്മൾ പണിയിപ്പിച്ചെടുക്കും. ഇതുപോലത്തെ ഈ സ്റ്റോൺ വെച്ച ബീഡ്സ് നമ്മൾ പണിയിപ്പിച്ചെടുത്തിട്ട് ഈ ചെയിന് നമ്മൾ ഇതുപോലെ ഇത്രയും ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്ത് പണിയിപ്പിക്കും. കാരണം ചെയിനൊക്കെ വരുന്നത് ഒരു സ്റ്റാൻഡേർഡ് ലെങ്ത്തിലായിരിക്കും. 8 പിടി അല്ലെങ്കിൽ 10 പിടി 12 പിടി എന്നൊക്കെ ലെങ്ത്തിലായിരിക്കും. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പിടിയുടെ ആക്കി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ 2 ചെയിൻ ആക്കി, അതായത് 5 പിടി 5 പിടി അല്ലെങ്കിൽ 4 പിടി 4 പിടി ചെയിൻ ആക്കി നടുക്ക് ഈ ലോക്കറ്റും 2 ബീഡ്സുമായിട്ട് ഞാൻ തന്നെ ഇരുന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആ സമയത്ത് അതിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അത് മേടിച്ചത് ദീപുവാണ്. ദീപുലാൽ ദിവാകരൻ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കസ്റ്റമറാണ്. ഫസ്റ്റ് റേഞ്ച് ഓഫ് കസ്റ്റമേഴ്സുള്ള ആൾക്കാരാണ്. ദീപുവിൻ്റെ എനിക്ക് തോന്നുന്നു സിസ്റ്ററിൻ്റെ, അത് ദീപുവിൻ്റെ കല്യാണത്തിന് സിസ്റ്ററിൻ്റെ മകൾക്ക് ഇടാൻ വേണ്ടിയിട്ട് എന്തോ മേടിച്ച. അപ്പോൾ അത് ഞാൻ എപ്പോഴും ഓർക്കുന്നു. അന്ന് ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ തന്നെ പണിതെടുക്കും. ഇങ്ങനെ തന്നെ തട്ടാമാരി പണിത് തരും. പക്ഷേ അന്ന് അങ്ങനെ ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു. അന്നത്തെ കാലം 10-12 വർഷം മുന്നേ. പ്രിയ ഹായ്. ഇന്ന് ലൈവ് ലോക്കറ്റ് ആൻഡ് ചെയിൻ ആണോ? അതെ ലൈവ് ലോക്കറ്റ് ആൻഡ് ചെയിൻ ആണ് ഇന്നത്തെ ലൈവ് സെയിൽ. ഓക്കെ. അപ്പോൾ DS28 ആണ്. 690 റുപ്പീസ്. അടുത്തത് DS29 ആണ്. ലാസ്റ്റ് സെറ്റാണ്. ഇതേപോലെ തന്നെ നമ്മുടെ മാങ്ങാ പാലക്കയിൽ വരുന്ന സെറ്റാണ്. പച്ചയാണ് കേട്ടോ. ഇത് വേറൊരു കളർ ഇപ്പോൾ അവൈലബിൾ അല്ല, എല്ലാം പച്ചയാണ്. അപ്പോൾ DS29 ആണ്. 690 റുപ്പീസ്. 690. ഷെയർ ചെയ്യുക കേട്ടോ. ഇപ്പോൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനെയും കൂടെ, ഫ്രണ്ട്സ് ഓർ ഫാമിലി, ഹൂഎവർ ഈസ് ഇൻ യുവർ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ലിസ്റ്റ്, ആരാണോ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ളവർ അവരിലേക്ക് ഇത് എത്തിക്കുക. അവരുടെ പേര് മെൻഷൻ ചെയ്യുകയോ ടാഗ് ചെയ്യുകയോ ചെയ്തിട്ട് ആ ഷെയർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വാട്സാപ്പ് ചെയ്യുക. അത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ ആരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ DS29 ആണത്. 690. അപ്പോൾ ആ ഗിഫ്റ്റ് അവിടുന്ന് അങ്ങനെ നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുന്നുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ ലൈവ് ഷെയർ ചെയ്ത, അല്ലെങ്കിൽ നമ്മുടെ ലൈവ് ഷെയർ ചെയ്ത ആൾക്കാരിൽ നിന്നുള്ള ലക്കി വിന്നറിനെ നമ്മൾ ചൂസ് ചെയ്തിട്ട് അതിൻ്റെ വിന്നറിനെ നമ്മൾ നാളെ തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. എല്ലാവർക്കും ഗിഫ്റ്റ്, എല്ലാവർക്കും നമ്മൾ പ്രൈസ് ഫോർ എവ്രി വൺ എന്നുള്ളതാണ് നമ്മൾ എല്ലാവരോടും ഉദ്ദേശിക്കുന്നത്. അപ്പം അത് കാരണം പരമാവധി എല്ലാവരും യൂസ് ചെയ്യുക. നാളെ നമ്മൾ ഇതിൻ്റെ വിന്നറിനെ ചൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നാളത്തെ ലൈവ് എന്താണെന്ന് നമ്മൾ പിന്നെ അറിയിക്കുന്നതായിരിക്കും. ഇന്നത്തെ ലൈവ് ഇപ്പോൾ കഴിഞ്ഞു. ചെയിൻ ആൻഡ് ലോക്കറ്റ് സീരീസ് ആണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ആരോടെങ്കിലും പറയും ഇങ്ങനെ ഒരു കോൺടെസ്റ്റ് നമ്മൾ റൺ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അതാണ് ഫസ്റ്റ് തിങ്. അത് കഴിഞ്ഞിട്ട് ഈ ലൈവ് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരിക. ഫുള്ളായിട്ട് പർച്ചേസും ചെയ്യണം കേട്ടോ, ഞാൻ അതും കൂടെ പറയുകയാണ്. പക്ഷേ നമ്മളുടെ ഈ ഒരു പ്രൈസിൻ്റെ ഇതിനകത്ത് ക്രൈറ്റീരിയ അങ്ങനെയില്ല കേട്ടോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നാളത്തെ ലൈവിൽ കാണാം. ടാറ്റാ.